ഹായ്, STC ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലെ പഴയ തുണികൾ ഉപയോഗിച്ച് ഇന്ന് നമുക്കൊരു ബെഡ്ഷീറ്റ് തയ്യാറാക്കാം. ഇതുപോലൊരു സ്ക്വയർ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് തുണിയിൽ വച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് വെട്ടിയെടുക്കാം. ഞാൻ ഈ വരച്ചേക്കുന്ന പോലെ ഗ്യാപ്പ് ഇട്ട് വെട്ടേണ്ട കാര്യമില്ല. മാക്സിമം നമുക്ക് തുണിയിൽ നിന്ന് വെട്ടിയെടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം വെട്ടിയപ്പോൾ കുറച്ച് പീസ് നഷ്ടം വന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയേറെ പീസസ് ഒരു തുണിയിൽ നിന്ന് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പഴയ ചുരിദാർ, ഷർട്ട് പോലുള്ള തുണികളിൽ നിന്നാണ് സ്ക്വയർ പീസ് മുറിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യിലുള്ള പഴയ തുണികൾ വെട്ടി എടുക്കാം. നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ ഒഴിവാക്കുകയും ചെയ്യാം. ഭംഗിയുള്ളൊരു സാധനമാക്കി നമുക്കത് മാറ്റുകയും ചെയ്യാം. ആദ്യമേ 2 സ്ക്വയർ പീസ് എടുത്ത് തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് അരികുവഴി അടിച്ചെടുക്കുക. ഇതുപോലെ ഓരോ പീസ് കൂട്ടിച്ചേർത്ത് വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ബെഡിൻ്റെ നീളത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക്. ഞാനിപ്പോൾ കിങ് സൈസ് ബെഡിൻ്റെ പാകത്തിനാണ് ചെയ്തത്. അതുകൊണ്ട് ഈ അളവിലൊരു 15 പീസ് കൂട്ടിച്ചേർത്ത് ആ നീളത്തിലാണ് ഞാൻ തയ്ച്ചെടുത്തത്. ഒരു തുണിയുടെ തന്നെ കുറേ പീസ് കിട്ടുകയാണ്. ഒന്നിടെ വിട്ട് സെയിം തുണികൾ കൊടുത്താൽ തയ്ച്ചു വരുമ്പോൾ വേറൊരു ഭംഗി തന്നെ നമുക്ക് കിട്ടും. അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന തുണികൾ വെച്ചിട്ടുമൊക്കെ ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ 15 പീസ് തുണികളെ കൂട്ടിച്ചേർത്ത് ഞാൻ നീളത്തിലാക്കി തയ്ച്ചെടുത്തു. അങ്ങനെ 12 എണ്ണം ഞാൻ ചെയ്തെടുത്തു. ഈ 12 എണ്ണത്തിനെ ഓരോന്നായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു വലിയ ഷീറ്റാക്കി എടുത്തു. ഈ അടിച്ച തുണിയുടെ അടിയിൽ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ വേറൊരു പീസ് തുണി അടിയിൽ വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് തുണി നല്ല നീളവും വീതിയൊക്കെ ഉള്ള തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലൊരു വെളുത്ത മുണ്ടായിരുന്നു. ഞാൻ അന്നേരം തൽക്കാലം അതാണ് വെച്ച് കൊടുത്തത്. അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉറപ്പും ഭംഗിയായിട്ടിരിക്കും. ഈ പുതപ്പിൻ്റെ നല്ല വശവും കൂട്ടി ചേർക്കുന്ന തുണിയുടെ നല്ല വശവും കൂടെ കൂട്ടി 3 അരികും നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ തയ്യൽ തുമ്പ് കാണുന്നതുകൊണ്ടാണ് ഞാൻ വേറൊരു പീസ് അടിയിൽ ചേർത്ത് കൊടുത്തത്. ഇത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഈ തുണി മറിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ 3 വശം തയ്ച്ച തുണി 4ാമത്തെ വശത്തിൻ്റെ വക്ക് മടക്കി അടിച്ചിട്ട് നമുക്ക് ഇതുപോലെ വേണേൽ ബെഡ് കവർ ആക്കി എടുക്കാം. ഞാനിപ്പം ബെഡ്ഷീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്ച്ചത്. അപ്പം അതിൻ്റെ വക്ക് ഞാൻ കൂട്ടിച്ചേർത്തു. ഈ 4 വശത്തും വേറൊരു തുണി വച്ച് ചേർത്തിട്ട് നമുക്ക് സൈഡ് ഒരു ബോർഡർ പോലെ തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് അടി വെച്ച തുണി തന്നെ പുറത്തോട്ടൊരു ശകലം തള്ളി വെച്ച് അതിനൊരു ബോർഡറാക്കി അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അടിച്ചെടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഇതുപോലൊരു ബോർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ഇപ്പം തയ്യാറായിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലത്തെ കളർഫുൾ ബെഡ്ഷീറ്റൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ രസമായിരിക്കും. വളരെ അത് ആസ്വദിക്കും, വളരെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. നമ്മുടെ എഫേർട്ട് കൊണ്ട് ഇതുപോലെയൊക്കെ ഒരു ബെഡ്ഷീറ്റ് തയ്ച്ചെടുത്ത് അത് വിരിച്ച് കിടക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ബെഡ്ഷീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.